നമ്മൾ സംസാരിക്കാൻ പോകുന്ന മഹീന്ദ്ര മോജോയെക്കുറിച്ചാണ്. മഹീന്ദ്ര മോജോ സ്റ്റോറി. സോ മഹീന്ദ്ര മോജോയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അതൊരു തട്ടിക്കൂട്ട് മോട്ടോർ സൈക്കിൾ അല്ലായിരുന്നു. ഇറ്റ്സ് വെരി വെൽ ബിൽഡ് ആൻഡ് പർപ്പസ്ഫുൾ മോട്ടോർ സൈക്കിളായിരുന്നു. കാരണം ഇത് മഹീന്ദ്ര ഡിസൈൻ ചെയ്തൊരു മോട്ടോർ സൈക്കിളല്ല. എൻജിൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഇ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്പനിയാണ് ഇത് ഗ്രൗണ്ട് അപ്പിൽ നിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ കോമ്പോണൻറ്റും അവരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻജിൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇറ്റലി. സോ അതിന് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസും അതിനനുസരിച്ചുള്ള പർപ്പസ്ഫുൾ ഡിസൈനും ഉണ്ടായിരുന്നു. ചിലർക്ക് ഹേറ്റ് ഇറ്റ് ഓർ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഡിസൈനാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചിലരും അന്നത്തെ കാലത്ത് പലരും പറഞ്ഞുകൊണ്ടിരുന്നതിന് പല ഭാഗത്തും നോക്കി ചില വൃത്തികേടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസും കമൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 300 cc ഒരു 1000 cc മോട്ടോർ സൈക്കിളിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ലുക്കാണ് മഹീന്ദ്ര മോജോയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ CBR 250 സ്റ്റോറിയിലും പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അവസ്ഥയായിരുന്നു മഹീന്ദ്ര മോജോയ്ക്കും. പിന്നെ അപ്സൈഡ് ഡൗൺ ഫോർക്ക്, അതൊക്കെ അന്ന് KTM ഡ്യൂക്കിനകത്തുണ്ടെങ്കിലും